ഡയറക്ഷനിലൂടെ താഴെയുള്ള പോസിറ്റീവ് ചാർജുകൾ മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. ഈ ഒരു ഫ്ലോ നടക്കുന്ന സമയത്ത് ഒരു വലിയ ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനെ വിളിക്കുന്നത് റിട്ടേൺ സ്ട്രോക്ക് എന്നാണ്. ഇത് സംഭവിക്കുമ്പോൾ വളരെ വലിയൊരു ഫ്ലാഷ് ഓഫ് ലൈറ്റ് ആണ് ഉണ്ടാകുന്നത്. ഇതിനെയാണ് ലൈറ്റ്നിങ് ബോൾട്ട് അഥവാ മിന്നൽ പിണർ എന്ന് പറയുന്നത്. ഈ ലൈറ്റ്നിങ് ബോൾട്ട് മേഘങ്ങൾ തമ്മിലും ഉണ്ടാവാം, അല്ലെങ്കിൽ മേഘവും ഭൂമിയുമായിട്ടും ഉണ്ടാവാം. അപ്പോൾ മിന്നൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് മനസ്സിലായി. ഇനി ഇടിവെട്ടോ? മിന്നൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇടിവെട്ട് ഉണ്ടാകുന്നത്. നമുക്കറിയാം, പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകൾ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസിന്റെ അടുത്തേക്ക് റഷ് ചെയ്യുന്ന ആ ഒരു സമയം, ആ ഒരു പോയിന്റിലാണ് നമ്മൾ മിന്നൽ കാണുന്നതും ഇടിശബ്ദം കേൾക്കുന്നത്. അങ്ങനെ ഒരു ലൈറ്റിംഗ് ബോൾട്ട് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് അതിന് ചുറ്റുമുള്ള എയറിനെ അത് ഹീറ്റ് ആക്കും. ഒരു സിംഗിൾ സ്ട്രോക്ക് ഓഫ് ലൈറ്റിംഗ് ബോൾട്ട് എന്ന് പറയുന്നതിന് അതിന് ചുറ്റുമുള്ള എയറിനെ 30,000 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കാൻ കഴിയും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും അത് എത്ര വലിയ ചൂടായിരിക്കും എന്നുള്ളത്. ഇങ്ങനെ എയർ വളരെ വേഗത്തിൽ ചൂടാവുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ എക്സ്പാൻഷൻ സംഭവിക്കുമ്പോൾ ഒരു ഷോക്ക് വേവ് ഉണ്ടാവും. ഈ ഷോക്ക് വേവ് പിന്നീട് ഒരു സൗണ്ട് വേവ് ആയിട്ട് മാറുന്നു. ഈ സൗണ്ട് വേവ് ആണ് നമ്മൾ കേൾക്കുന്ന ഇടിവെട്ട് അഥവാ തണ്ടർ. ഇടിവെട്ടും മിന്നലും ഏകദേശം